CPM-ന്റെ കോട്ടയായിരുന്ന ആലപ്പുഴ ക്രമേണ BJP-യിലേക്ക് ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം കായംകുളത്ത് 237 പേരാണ് BJP-യിൽ ചേർന്നത്. ഇതിൽ 49 ബ്രാഞ്ച് അംഗങ്ങൾ, അതായത് CPM-ന്റെ ബ്രാഞ്ച് അംഗങ്ങൾ, ആകെ 60 CPM പ്രവർത്തകരും 27 കോൺഗ്രസ് പ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം BJP-യിൽ ചേർന്നത്. ആകെ 237 പേരുണ്ട്. അവരുടെ രാഷ്ട്രീയ ചേരികൾ ഇതുവരെ BJP വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും CPM-ന് കനത്ത നഷ്ടമാണ് ആലപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കായംകുളത്ത് CPM-ന്റെ കോട്ടയായിരുന്നു. CPM-ന് വളരെ പിടിപാടുള്ള സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ബിബിൻ സി ബാബു BJP-യിലേക്ക് പോയതിന് പിന്നാലെ തന്നെ, അതായത് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ബിബിൻ CPM-ൽ നിന്ന് BJP-യിലേക്ക് കൂടുമാറുമ്പോൾ, പാളയം മാറുമ്പോൾ തന്നെ അറിയാമായിരുന്നു CPM-ന് വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന ആളുകൾ, ബ്രാഞ്ച് അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ പാർട്ടി വിട്ടു പോകുന്നത് CPM-ന് ക്ഷീണം തന്നെയാണ്. അവിടെ CPM-നെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനോ CPM അണികളെ പിടിച്ചു നിർത്തുന്നതിനോ പാകപ്പെട്ട ഒരു നേതാവ് ഇല്ലാതെ പോകുന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസം പോയത് CPM-ന്റെ CITU-ന്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി, ഹെഡ് ലോഡ് യൂണിയൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന സക്കീർ ഹുസൈൻ, അതുപോലെ തന്നെ 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 5 ബ്രാഞ്ച് സെക്രട്ടറിമാർ, ഇവരൊക്കെയാണ് BJP-യിലേക്ക് ചേർന്നത് എന്നറിയുമ്പോൾ തന്നെ CPM-ന്റെ എന്തുമാത്രം ശക്തിക്ഷയം ആലപ്പുഴയിൽ സംഭവിക്കുന്നുവെന്ന് സൂചനയാണ്. അതുമാത്രമല്ല, ഒരു മുൻ ജില്ലാ കമ്മിറ്റി അംഗം ഉടനെ തന്നെ പാർട്ടി വിട്ട്, അതായത് CPM വിട്ട് BJP-യിൽ ചേരുമെന്ന് ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനുമൊക്കെ അവകാശപ്പെടുന്നുണ്ട്. ഇത് CPM-ന് ക്ഷീണം തന്നെയാണ്. കാരണം ആലപ്പുഴ പോലൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ കായംകുളത്ത് KPSC-യുടെ പ്രഭാവമുള്ള സ്ഥലം, കരുനാഗപ്പള്ളി, അമ്പലപ്പുഴ, ഈ പ്രദേശങ്ങളിലെ CPM-ന്റെ ബലം, അതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ ചോർന്നു പോകുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ക്ഷീണം പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെ പ്രതിരോധിക്കാൻ, ഇങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്ക് പ്രതിരോധിക്കാൻ കോൺഗ്രസും അതുപോലെ തന്നെ CPM-ഉം ഇതുവരെ ഒരു ശ്രമവും നടത്തുന്നില്ല എന്ന് പറയുന്നിടത്താണ് BJP-യുടെ മറ്റൊരു വിജയം. BJP-ക്കാണെങ്കിലോ അവരുടെ സ്റ്റാർ ഫൈറ്ററായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം CPM-ൽ നിന്ന് BJP-യിലേക്ക് എത്തിയ ബിബിൻ സി ബാബു അവിടെ വളരെ ശക്തമായ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ കൂട്ടായി പ്രവർത്തിച്ച് ആളുകളെ അവരുടെ പാർട്ടിയിലേക്ക് എത്തിക്കുമ്പോൾ CPM ഇതിനെ പ്രതിരോധിക്കാൻ യാതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആലപ്പുഴയിൽ CPM-ന്റെ ശക്തി ക്ഷയിച്ച് താമര വിരിയുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാര്യങ്ങൾ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ കൃത്യം ഫലം, ആ ഫലത്തിൽ നിന്ന് അത് വ്യക്തമാവുകയും ചെയ്യും. അപ്പോഴും മാത്രമേ ചിലപ്പോൾ ഒരുപക്ഷെങ്കിൽ CPM പാഠം പഠിക്കുകയുള്ളൂ. ഖാദറിക്കാട് ഫേവറേറ്റ് പാല്. കൊഴുപ്പ് കുറഞ്ഞത് കത്രിന ചേച്ചിക്ക്, കൊഴുപ്പുള്ളത് കിങ്ങിണിക്ക്, ജിമ്മൻ ജോണിക്ക് സ്പെഷ്യൽ പാല്. ഹലോ, ഇന്നോട്ട് ഞങ്ങൾക്കും കൂടെ മിൽമ. മിൽമ പാല് പലതരത്തിലുണ്ടല്ലോ, അതിലേതാ? ഞങ്ങൾക്ക് നീലപ്പാക്കറ്റ്. ഓ, അപ്പൊ നിങ്ങൾക്ക് ചായക്കുള്ള പാൽ പ്രൈം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് 5 വേരിയന്റുകളിൽ മിൽമ ഇപ്പോ പുതിയ പാക്കിംഗിൽ. ടോണ്ടായാലോ? അല്ല, പാലേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.